കലവൂർ സ്കൂളിൽ പഠനോപകരണങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളിൽ കണ്ടു. എന്താണ് നിലവിൽ സ്ഥിതി? വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി അല്പസമയം കൂടി കാണൂ അല്ലെ മിക്കവാറും ഉദ്ഘാടനം ആരംഭിക്കാൻ. വിശദാംശങ്ങൾ എന്താണ്? വിജയൻ സമ്മാനങ്ങൾ നൽകി അവരെ അറിവിന്റെ ലോകത്തേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപായി ഈ തവണത്തെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഗാനവും അതിന്റെ നൃത്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ എത്തി അവർക്ക് ബാഗും മറ്റു പഠനോപകരണങ്ങളും നൽകിയത്. അദ്ദേഹവും മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, കൃഷിമന്ത്രി, മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും, എച്ച് സലാം, പി ചിത്തരഞ്ജൻ അടക്കമുള്ള MLA മാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഈ വർഷത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. പ്രത്യേകിച്ച് ഇത്തവണ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇത്തവണ കുറച്ച് പ്രത്യേകതയോടുകൂടിയാണ് ഇത്തവണത്തെ സ്കൂൾ കലണ്ടർ ആരംഭിക്കുന്നത്. ഒന്ന്, പ്രധാനമായും പഠന സമയം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ 5 മുതൽ 9ാം ക്ലാസ് വരെ മൂല്യനിർണ്ണയം കർശനമാക്കി തുടങ്ങിയ സമൂലമായ അല്ലെങ്കിൽ കാതലായ മാറ്റങ്ങളോടുകൂടിയാണ് ഇത്തവണത്തെ വിദ്യാഭ്യാസ ഇത്തവണത്തെ അക്കാഡമിക് ഇയർ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. പി ചിത്തരഞ്ജൻ സ്വാഗതം ആശംസിക്കുന്നു. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പി ചിത്തരഞ്ജൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം MLA-യും സംഘാടക സമിതി ചെയർമാനുമായ ശ്രീ പി ചിത്തരഞ്ജനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു.